ചട്ടിയിൽ മയങ്ങി കിടക്കുന്ന നല്ല ലേസ് പിടിപ്പിച്ച പോലെയുള്ള സോഫ്റ്റ് വെള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ കഴുകി വൃത്തിയാക്കി 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. അതിനുശേഷം അതിനെ നമുക്ക് എടുത്ത് അരയ്ക്കണം. ഇനി അരയ്ക്കുന്നതിന് മുൻപായിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മാത്രം മതി. 1/2 കപ്പ് തേങ്ങ, 1 കപ്പ് അരിക്ക് 1/2 കപ്പ് തേങ്ങ എന്ന തോതിൽ. ഇനി അതിലേക്ക് വേണ്ടത് ചോറാണ്. ഒരു 1/4 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് ചോറുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഈസ്റ്റാണ്. ഇതൊരു 1/4 സ്പൂണിൻ്റെ പകുതിയേ ഉള്ളൂ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. കൂടുതൽ പെട്ടെന്ന് പൊങ്ങാനാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത് രാത്രി 10 മണിക്കാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. രാവിലെ 7 മണിയാകുമ്പോഴേക്കും നന്നായി പൊങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തതിൻ്റെ 3/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ജാറ് കഴുകാൻ വേണ്ടി നമുക്ക് ബാക്കി വന്ന 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൊത്തം 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ലൂസിലുള്ള മാവാണ്. ദോശമാവിനേക്കാളും ഒരല്പം ലൂസിലാണുള്ളത്. ഇത് രാവിലെ ആകുമ്പോഴേക്കും പൊങ്ങി വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് രാവിലെ നോക്കാം. ഇപ്പോൾ സമയം 7 മണി. ഇപ്പോൾ ഇതിനെ കണ്ടാലറിയാം, നല്ല ബബിൾസൊക്കെ വന്ന് നല്ല പാകമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അതിനായി ഞാൻ നല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുക്കുന്നത്. നല്ല ചൂടായ ചട്ടിയിൽ ഓയിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറേശ്ശെ കോരി ഒഴിച്ച് ചുറ്റിച്ച് ചുട്ടെടുക്കാം. ചുറ്റുന്ന സമയത്ത് ഈസി ആയിട്ട് ചുറ്റാൻ കഴിയുന്ന പരുവമായിരിക്കണം മാവ്. ഇനി അതിനെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ലേസ് പോലെ ചുറ്റുഭാഗമൊക്കെ നല്ല ഭംഗിയിൽ നല്ല പാകത്തിന് മൊരിഞ്ഞ് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.